കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന TV-യുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മൾ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ഏറ്റവും നീണ്ടുനിന്ന പ്രത്യക്ഷപ്പെടലായ മെഡ്ജുഗറി അപ്പറേഷൻസിനെ കുറിച്ച് ഏതാണ്ട് 1055ഓളം എപ്പിസോഡുകൾ നാം കാണുകയുണ്ടായി. ഇന്ന് മെഡ്ജുഗറി അപ്പറേഷൻ്റെ 56ാമത്തെ എപ്പിസോഡാണ്. ഒരു എപ്പിസോഡ് കൂടി 57ാമത്തെ എപ്പിസോഡോട് കൂടി മെഡ്ജുഗറി അപ്പറേഷനിലെ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ താൽക്കാലികമായി ഞാൻ ഇവിടെ പൂർത്തിയാക്കുകയാണ്. അടുത്ത ആഴ്ച മെഡ്ജുഗറി സന്ദേശങ്ങളുടെ അവസാന എപ്പിസോഡായിരിക്കും. പരിശുദ്ധ അമ്മ മെഡ്ജുഗറിയിൽ ഇന്നും അമ്മയുടെ സന്ദേശങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബാക്കി നിർണായകമായ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മറ്റ് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കും. ഈ പരിശുദ്ധ അമ്മയുടെ ഇപ്പോഴത്തെ മെഡ്ജുഗറി സന്ദേശങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡായി ഇന്ന് പരിശുദ്ധ അമ്മ നമ്മെ സമാധാനം സ്ഥാപിക്കുവാൻ വിളിക്കുകയാണ്. ലോകത്തിന് സമാധാനം സ്ഥാപിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്പം സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ ദിവസവും സമാധാനം ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ ഒരു കാര്യം തന്നെയാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗറിയിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. മക്കളെ, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മെഡ്ജുഗറിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറയുന്നത് സമാധാനം സമാധാനം സമാധാനം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനം ഏറ്റെടുക്കുകയും ചെയ്യുക. ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗറിയിൽ ആവർത്തിച്ച് പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ പറയുകയാണ്, 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി ആവശ്യമാണ്. 4 കാര്യങ്ങൾ. 1, വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലേ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിറങ്ങുകയുള്ളൂ. ദൈവത്തിലുള്ള വിശ്വാസം അതിൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം സമാധാനം ഈ ലോകം നൽകുന്നതല്ല. ഈ ലോകത്തിന് സമാധാനം നൽകുവാൻ സാധിക്കുകയില്ല.
ദൈവത്തിന് മാത്രമാണ് സമാധാനം നൽകുവാൻ സാധിക്കുക. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായി, സമാധാനം നമ്മളിൽ നിറയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഒന്ന് വിശ്വാസം, രണ്ട് പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ ദൈവം സമാധാനം ഞങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു വിശ്വാസം ആദ്യമായി ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തി ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകില്ല എന്നും, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേകം വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുമെന്നും, അതുകൊണ്ട് നമ്മളൊക്കെ അനുദിനം സമാധാനം ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വെറുതെ പറയുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അതുതന്നെയാണ്, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം നഷ്ടപ്പെടുകയാണ്. സമാധാനത്തോടെ ജീവിക്കാൻ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ദാനമായ ഈ സമാധാനം പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ തന്നെ നമ്മൾ നേടിയെടുക്കണം. ഇനി അടുത്തതായി പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉപവസിക്കണം. മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ സന്ദേശങ്ങളിൽ ഉപവാസവും പരിത്യാഗവും അമ്മ വളരെ ശക്തമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഉപവാസം പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അത്യാവശ്യമാണ്. കാരണം ഉപവസിക്കുന്ന ഒരു വ്യക്തി തിന്മയെ പരാജയപ്പെടുത്തുകയാണെന്നാണ് പരിശുദ്ധ അമ്മ പറയുക. ആത്മീയ തലങ്ങളിലെ ക്രമീകരണങ്ങളാണ് നമുക്കറിയില്ല. ഉപവാസം സമാധാനത്തിന് ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പഴയ കാരണവന്മാരും ഒക്കെ നമുക്കറിയാം പല രീതിയിലുള്ള ഉപവാസങ്ങൾ എടുത്തിരുന്നു. ഈ മോഡേൺ കാലത്ത് നമ്മൾക്കൊക്കെ ഉപവാസം വലിയ പ്രയാസമായി വന്നിരിക്കുകയാണ്. കാരണം പല രീതിയിലും നമ്മൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അച്ചടക്കത്തിലേക്ക് നയിക്കുവാൻ സാധിക്കാതെ ഭക്ഷണങ്ങളുടെ പുറകെയും പാനീയങ്ങളുടെ പുറകെയും മറ്റ് സുഖലോൽപതകളുടെ പുറകെയും ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് പുറകെയും ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ ഇന്ദ്രിയ നിഗ്രഹണം അത് വളരെ പ്രയാസമായി വരികയാണ്. ഭക്ഷണം നിയന്ത്രിക്കുക വലിയ പ്രയാസമായി വരിക. മനുഷ്യൻ്റെ മൂലഭാവങ്ങളൊന്നായ കൊതി, മോഹം, ഇതൊക്കെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമായി വരികയാണ്. തിന്മ ഇങ്ങനെയുള്ള മേഖലകളിൽ കടന്നു പിടിച്ച് നമ്മളെ അലസരാക്കി നമുക്ക് പ്രാർത്ഥനാ ജീവിതവും ഉന്മേഷപരമായ ജീവിതമൊക്കെ നഷ്ടപ്പെടുന്നത് കണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കണമെങ്കിൽ ഉപവസിക്കണം. ഉപവാസം അത് സമാധാനത്തിന് ആവശ്യമാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഏതാനും വ്യക്തികൾക്ക് വേണ്ടി മാത്രം അമ്മ പറയുന്നതല്ല, നമുക്കെല്ലാവർക്കും ഉപവാസം അതൊരു അനുഗ്രഹമായി മാറും. അത് സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മ എല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്, ലോകം മുഴുവനോട് പങ്കുവയ്ക്കുക. അപ്പം അമ്മ പറയുന്നത്, നിങ്ങൾ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന അത് തീക്ഷ്ണതയോടുകൂടി നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. 3, ഉപവാസം എന്ന ആയുധം നിങ്ങൾ കൂടുതലായി എടുത്തുപയോഗിക്കണം. ഉപവാസത്തെ നിങ്ങൾ നിസ്സാരമായി കരുതരുത്. അതിൽ വലിയ ഒരു ദൈവിക ഇടപെടലും തിന്മയുടെ പരാജയവും ഓരോ ഉപവാസത്തിലും ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ മജ്ജിഗരി ഉപവാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് രുചികരമായ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഉപവസിക്കാൻ അമ്മ ആവർത്തിച്ച് പറഞ്ഞത് പഴയ എപ്പിസോഡുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ, ഒരുപക്ഷെ മറ്റ് ക്രൈസ്തവ നേതൃത്വങ്ങളിൽ പോലും ഈ വെള്ളിയാഴ്ച മാംസം ഉപേക്ഷിക്കുക എന്നൊക്കെ വളരെ നിസ്സാരമായി എടുത്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച മാംസം ഭക്ഷിച്ച് ഉപവാസത്തെയൊക്കെ നിരാകരിക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. പരിശുദ്ധ അമ്മ വിജൂരിലൂടെ പറയുകയാണ്, സഭ നമുക്ക് നൽകിയിരിക്കുന്ന ചില ഗുണങ്ങൾ, ചില ഗൈഡൻസ്, നിയന്ത്രണങ്ങൾ, അതൊക്കെ നമ്മുടെ
നമുക്ക് അനുഗ്രഹമാണ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാംസം ഉപേക്ഷിച്ച് ഒരു നേരമൊക്കെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്നതിന് അനുഗ്രഹമായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ തന്നെ മെജ്ജുവരിയിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അമ്മ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ കുമ്പസാരിക്കണം. അമ്മ പറയുക, കുമ്പസാരം എന്ന കൂദാശ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അത്യാവശ്യമാണെന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സഹോദരങ്ങളെ അപ്പനും അമ്മയും മാത്രം കുമ്പസാരിച്ചാൽ പോരാ, കുടുംബത്തിലുള്ള എല്ലാവരും ആത്മാർത്ഥമായി അനുതാപത്തോടു കൂടി മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന പരിശുദ്ധ അമ്മ പറയുക മെജ്ജുവരിയിലൂടെ. അമ്മ പറയുന്നു, നേരത്തെയൊക്കെ സഭയിൽ നമുക്കറിയാം സഭയുടെ 5 കൽപ്പനകളിൽ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ മിനിമം. പരിശുദ്ധ അമ്മ മെജ്ജുവരിയിൽ ആവശ്യപ്പെടുക, അത്രയും കാലമൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം തിന്മ അത്രമാത്രം ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. അതുകൊണ്ട് സമാധാനം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധം പറയുക, കുമ്പസാരം, കൂടെയുള്ള കുമ്പസാരം അത് അത്യാവശ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം, ഞാൻ ദൈവത്തിൽ ആഴമായ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിരന്തരം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ഉപവാസത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ? ഞാൻ മാസത്തിൽ ഒരിക്കലും കുമ്പസാരിച്ച് ദൈവവുമായി ഐക്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്നൊന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുവരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. നമ്മൾ എവിടെയാണെങ്കിലും പെട്ടെന്ന് മുൻകോപവും അരിശവും ദേഷ്യമൊക്കെ വരുന്നവരാണ് നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധ അമ്മ പറയുകയാണ്, നീ പ്രാർത്ഥിച്ച് നിന്നിൽ തന്നെ ആദ്യം സമാധാനം നിറഞ്ഞു കഴിയുമ്പോൾ നീ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ആ ദൈവത്തിൻ്റെ സമാധാനം നിന്നിൽ നിറഞ്ഞത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ഇല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിൽ ഒരു അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക. മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ നിന്റെ കൂടെ ആയിരിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. സമാധാനം നൽകുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അല്പം മനസ്സൊരു ആശ്വാസവും സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളുകൾ ആ വ്യക്തിയോട് കൂടുതലായിട്ട് അടുത്തിരിക്കാനും ആ വ്യക്തിയുമായി ഇടപെടാനും ആഗ്രഹിക്കും. ഇതാണ് പരിശുദ്ധം പറയുന്നത്. നമ്മളൊക്കെ സമാധാനം വഹിക്കുന്നവരായി മാറണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരുന്നതായിട്ട് മാറണം. അത് സാധ്യമാകണമെങ്കിൽ ആദ്യം നമ്മളിൽ സമാധാനം നിറഞ്ഞ മക്കളായി മാറണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ മെജ്ജുവരിയിലൂടെ നമ്മൾ പറയുക, നിങ്ങളിലൂടെയാണ് ലോകത്ത് സമാധാനം സൃഷ്ടിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് ലോകത്ത് സമാധാനം സൃഷ്ടിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ കൂടുതൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമാധാനത്തിൻ്റെ വക്താക്കളാകുവാനും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ വാഹകരായി മാറുവാനും മെജ്ജുവരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജുവരിയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സമാധാനം സ്ഥാപിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ വളരെ സ്നേഹത്തോടെ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ ആദ്യം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സമാധാനം നേടിക്കൊടുക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മ പറയുക, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമാധാനം നേടിക്കൊടുക്കണം. അമ്മ പറയുന്നു, ഒരുപാട് വൈദികര്, സന്യസ്തര്, സമർപ്പിതരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. അവർ ഒരുപാട് നാളുകളായി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുക. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും തന്നെ ഇല്ല. കാരണം അമ്മ പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് അപ്പനും അമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോൾ മക്കള് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ഇല്ലേ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങളോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ജീവിച്ചിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ കുടുംബത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക്, പൗരോഹിത ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഓർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങനെ കാര്യമായി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ പറയുക, ഒരുപാട് വൈദികരും സന്യസ്തരും സമർപ്പിതരൊക്കെ
ആരും പ്രാർത്ഥിക്കാനില്ലാത്തതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുകയാണ് നാളുകളായി. അതുകൊണ്ട് അമ്മ പറയുക, എല്ലാ ദിവസവും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് അവിടെ അവരുടെ മനസ്സിൽ ഒരു സമാധാനം നിറയുന്നതിന് വേണ്ടി, അങ്ങനെ അവരെത്രയും വേഗം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ മെജ്ജുഗുരിയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തിൽ പല തലങ്ങളുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും അവസാനത്തെ തലം അത് നരകത്തോട് അടുത്തിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും അവസാനത്തെ തലം നരകത്തോട് അടുത്തിരിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും മുകളിലത്തെ തലം അത് സ്വർഗത്തോട് അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധം പറയുക. വിവിധ തലങ്ങളുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ എന്നാണ് അമ്മ പറഞ്ഞു തരിക. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥന ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ആത്മാവിനെ പോലും പൊക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ കരുണയും സമാധാനവും ആ വ്യക്തിയിലേക്ക്, ശുദ്ധീകരണ സ്ഥലത്ത് ഏറ്റവും അടിത്തട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിക്കുമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗറിലൂടെ സന്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് കൂടുതലായിട്ടും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അമ്മ പറയുന്നു, നിങ്ങളുടെ പരിത്യാഗവും നിങ്ങളുടെ സഹനങ്ങളും ത്യാഗങ്ങളും ഉപവാസവും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്ന്. നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം തന്നെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത്, പരിത്യാഗങ്ങൾ ചെയ്ത്, അതോടൊപ്പം തന്നെ അമ്മ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കും. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് കഴിയുമ്പോൾ അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയ്ക്ക് കാഴ്ചവെക്കുക. അപ്പം പ്രാർത്ഥനയിലൂടെ നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. പരിത്യാഗ പ്രവൃത്തികളിലൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. സൽപ്രവൃത്തികളിലൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും നന്മ, എന്തെങ്കിലും ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുക. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അനുദിനമുള്ള നമ്മുടെ ബലിയർപ്പണത്തിൽ അവരെ സമർപ്പിക്കുന്നത് വഴി വലിയൊരു ആശ്വാസമാണ് നമ്മൾ നേടിക്കൊടുക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ സാധിക്കുമ്പോൾ അനുദിന വിശുദ്ധ ബലിയെ സംബന്ധിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം, അതിൻ്റെ വില, അതിൻ്റെ മൂല്യം, പ്രാധാന്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് വില മനസ്സിലാകുന്നതെന്നും പരിശുദ്ധ അമ്മ നമ്മൾ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് അവരെ അവഗണിക്കരുതേ എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രയും മധ്യസ്ഥരെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് അറിയാം അവർക്ക് വേണ്ടി ആരാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അവർ ഈ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുക, നിങ്ങൾ എത്രമാത്രം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം മധ്യസ്ഥരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, അനുദിനം പ്രാർത്ഥിക്കണം, വിശുദ്ധ ബലിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു നിമിഷമായി മാറുമെന്നാണ് പരിശുദ്ധ അമ്മ മെജ്ജൂരിയിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി പരിശുദ്ധ അമ്മ മെജ്ജൂരിയോട് നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഒരു പുനർസമർപ്പണത്തിന് തയ്യാറാകണമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ച് സമാധാനത്തിന് വേണ്ടി ലോകം മുഴുവനും സമാധാനം നിറയാനും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലൊക്കെ സമാധാനം നിറയാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ അമ്മ പറയുകയാണ്, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന് ഒരു പുനർസമർപ്പണം നടത്തണം. ദൈവത്തിന് ഒരു പുനർസമർപ്പണം നടത്തി നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പ്രശ്നങ്ങൾ മാറണമെന്നില്ല,
ദൈവത്തിന് സമർപ്പിച്ചത് കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നല്ല അമ്മ പറയുന്നത്. തീർച്ചയായും പല രീതിയിലുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരും. എന്നാൽ അമ്മ പറയുന്നു, ഇതെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു ശക്തി, പ്രശ്നങ്ങളിൽ നിരാശപ്പെടാതെ, വെല്ലുവിളികളിൽ തകർന്നു പോകാതെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിലെത്തുവാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഒരു പുനർസമർപ്പണം ദൈവത്തിന് നടത്തും. ഇപ്രകാരം ഒരു പുനർസമർപ്പണം നടത്തി പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3 തലങ്ങളിൽ സമാധാനം നേടിയെടുക്കുവാൻ അമ്മ ആവശ്യപ്പെടുക. ഒന്ന്, നീ ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് ദൈവമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ സമാധാനം നീ നേടിയെടുക്കണം, സ്ഥാപിച്ചെടുക്കണം. ദൈവമായുള്ള ബന്ധത്തിൽ നീ സമാധാനം സ്ഥാപിച്ചെടുക്കുക. ഈശോയുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ നീ സമാധാനം സ്ഥാപിച്ചെടുക്കണം. ഇത് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനത്തിലാണോ ഞാൻ കഴിയുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. ഈശോയായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ സമാധാനത്തിലാണോ ഞാൻ കഴിയുന്നതെന്ന് നമ്മൾ പരിശോധിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി, നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികളോട് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് അനുരഞ്ജനപ്പെട്ടെങ്കിൽ മാത്രമേ സമാധാനം ശാശ്വതമായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു. ഈ ലോകത്ത് അനുരഞ്ജനപ്പെടേണ്ട ഏതെങ്കിലും വ്യക്തികളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ചില വ്യക്തികളോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ല അവരെന്തും പറഞ്ഞുകൊണ്ടോ മനസ്സിൽ വെറുപ്പോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ കൊണ്ടുനടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അനുരഞ്ജനപ്പെടണം. ഇത് സമാധാനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നു. അനുരഞ്ജനത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായി നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടത് നമ്മോട് തന്നെയാണ്. അതാണ് അമ്മ പറയുന്നത്, തന്നോട് തന്നെ അനുരഞ്ജനപ്പെടുവാൻ പരിശ്രമിക്കണം. എൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ ആഹാര ഭംഗിയോ കളറോ പൊക്കമോ എൻ്റെ എന്തെങ്കിലും ഷെയ്പ്പോ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അമ്മ പറയുകയാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അംഗീകരിക്കുക, സ്വീകരിക്കുക, തന്നോട് തന്നെ സമാധാനം സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ തന്നെ ഒരു സമാധാനം സ്ഥാപിച്ചെടുത്ത് കഴിയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മോട് തന്നെ അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാനും ദൈവവുമായി ഒരു സമാധാനത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? ഞാനും എൻ്റെ കൂടെയുള്ളവരുമായി ഒരു സമാധാനത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? ഞാനും എന്നിൽ തന്നെ എന്നോട് തന്നെ ഒരു സമാധാനത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും മെജ്ജുകുറിയിലൂടെ ക്ഷണിക്കുകയാണ്. ഇന്നെൻ്റെ കുടുംബത്തിൽ ഞാൻ മൂലം സമാധാനം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, അതോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അസമാധാനത്തിൻ്റെ വക്താവായി ഞാൻ വ്യക്തിപരമായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു ഉത്തരവാദിത്വമാണ് ഇതിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഏൽപ്പിക്കുന്നത്. നമ്മൾ എവിടെയാണെങ്കിലും സമാധാനം സ്ഥാപിക്കുന്നവരായി മാറുക. നമ്മുടെ കൂടെ ആളുകൾ നിൽക്കുമ്പോൾ സമാധാനം അവർ അനുഭവിക്കത്തക്ക രീതിയിൽ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഇടപെടുക. ഇപ്രകാരം സമാധാനത്തിൻ്റെ വക്താക്കളായി മാറി നമ്മുടെ കുടുംബങ്ങളിലും ഈ ലോകത്തും ദൈവസമാധാനം നമ്മളിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കാലഘട്ടം വരദാനങ്ങളുടെ കാലഘട്ടമാണെന്ന്, കൃപയുടെ കാലഘട്ടമാണ് എന്ന്. അതുകൊണ്ട് അമ്മ പറയുന്നു, ഈ കൃപയുടെ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് പരിശുദ്ധ അമ്മ നൽകുന്ന സ്നേഹത്തോടുള്ളൊരു മുന്നറിയിപ്പാണ്. അമ്മ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമാധാനത്തിൻ്റെ വക്താക്കളായി മാറണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ കൂട്ടിച്ചേർക്കുന്ന ഒരു കൊച്ചു മുന്നറിയിപ്പ്. ഈ സമാധാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുമ്പോൾ
ചില കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഈ കഷ്ടപ്പാടുകളിലൊക്കെ ദൈവം നമ്മോട് കൂടെ നിൽക്കുമെന്നും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നും ഈ കഷ്ടപ്പാടുകളെ നിഷ്പ്രയാസം അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് ഈ കഷ്ടപ്പാടെന്ന് പറയുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ, ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക്, ഈശോയുടെ സ്ഥലത്തിലേക്ക് പറഞ്ഞു വിടുവാൻ നമ്മൾ പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ത്യാഗത്തിലൂടെയും സൽപ്രവൃത്തിയിലൂടെയൊക്കെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്ന വ്യക്തികളുമായി ഒരു അനുരഞ്ജനത്തിൻ്റെ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തിന്മ പല രീതിയിലും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കും. അതാണ് ചെറിയ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധം പറയും. തളരരുത്, ഈ കഷ്ടപ്പാടുകളിൽ നൊമ്പരപ്പെട്ട് മനസ്സ് മടുക്കരുത്. കാരണം കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിലയുള്ളവരായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമുക്ക് പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുലിഖിതം വ്യക്തമായി അത് പറഞ്ഞു തരുന്നുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ സഹനത്തിൻ്റെ ചൂടിൽ കർത്താവിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടും എന്ന് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, കർത്താവിന് പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർ, കർത്താവിൻ്റെ സന്ദേശങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ ചിലപ്പോൾ ചില സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ആ വരുന്ന ദുരിതങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഞെരുക്കും ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ മെഴുകുതിരി സന്ദേശം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അല്പം കൂടി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും സമാധാനത്തിൻ്റെ ഒന്ന് അന്തരീക്ഷം സൃഷ്ടിക്കത്തക്ക രീതിയിൽ വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, കുംഭസാരത്തിലൂടെ ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പുനർസമർപ്പണം നടത്തി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലെ ഉപകരണങ്ങളാക്കി മാറ്റി ലോകസമാധാനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കും. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.